സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് നിഷ്പക്ഷമായി ലോകത്തിൽ പഠനം നടത്തിയ മുഴുവൻ ആളുകളും എന്ന് പറയാനും അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കാനുമുള്ള സമയം പോലെ ലോകത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ നൽകിയിട്ടുള്ള നിഷ്പക്ഷമായ വായനയ്ക്കും എഴുത്തിനും വഴിമാറിയിട്ടുള്ള മുഴുവൻ ആളുകളും പ്രവാചകനെക്കുറിച്ച് പ്രകീർത്തനം പറയാൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരു പേരെങ്കിലും മാറ്റിവെച്ച അത്ഭുതം ലോകത്തിൽ ചരിത്രങ്ങൾ നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധ്യമാണ്. മാത്രമല്ല, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രോജ്വലമായ വ്യക്തിപ്രഭാവത്തെ അപകടപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ ചില കോപ്രായത്തരങ്ങൾ കാർട്ടൂണുകളിൽ നിന്നും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഡെൻമാർക്കിലും നമ്മുടെ പരിസരത്ത് ശാസ്താംകോട്ടയിലും ഉൾപ്പെടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയുമോ അതിൽ നിന്ന് സമുദായത്തിലുണ്ടായ നേട്ടമറിയുമോ? ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ ഒരു ചെറിയ ഛായാചിത്രം വരച്ചപ്പോഴേക്ക് കോടിക്കണക്കിന് വിശ്വാസികളുടെ മനം ഇളകിയെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പ്രവാചകന്റെ ഹിസ്റ്ററി പഠിക്കാൻ ഗൂഗിളിലൂടെ മറ്റുള്ള സംവിധാനത്തിലൂടെ ലോകത്തിന്റെ മുക്കുമൂലയിലുള്ള ആളുകൾ പഠിക്കാൻ തുടങ്ങി. അവസാനം വ്യക്തമായി പറയാൻ കഴിയും, ആയിരക്കണക്കിന് ആളുകൾ ബ്രിട്ടനിൽ, അമേരിക്കയിലും, ജപ്പാനിലും ഒരുപാട് നാടുകളിൽ സഹോദരങ്ങളെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിൽ മെമ്പർഷിപ്പ് എടുത്തു എന്നതല്ലാതെ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ പോലും വേദനയല്ലാതെ അങ്ങനെ പറഞ്ഞല്ലോ ഒരാശ്വാസമാണ് എന്നൊരിക്കലും ഒരു വിശ്വാസി തീരുമാനിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന അപകടങ്ങൾ സമുദായത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന് അതിന് നല്ല നിലയ്ക്ക് ചിന്തിക്കുന്നവർക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ. ഈ ലോകത്തിലുള്ള സത്യവിശ്വാസികൾ മാതൃഭൂമിക്കാരനോട് പറയുകയാണ്, ഹബീബായ പ്രവാചകനെ അറിയാത്തവരെ എഴുതാനും അതിനെ പ്രസിദ്ധപ്പെടുത്താനും എന്തായിരുന്നാലും അവർ വായിച്ചു നോക്കാതെ ഒരു വലിയ പത്രത്തിൽ ഒരിക്കലും കൊടുക്കുകയില്ല. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാർ, ആചാര്യന്മാർ, യോഗികൾ, അപ്പോസ്തലന്മാർ, ത്യാഗികൾ, മുനിമാർ, ഋഷിമാർ, ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. പല നിലക്കുള്ള സാങ്കല്പികമായ കഥാപാത്രങ്ങളും പലരുടെയും ഗ്രന്ഥങ്ങളിൽ ജീവിക്കുന്നുണ്ട്, പലരുടെയും വീടുകളിൽ ജീവിക്കുന്നുണ്ട്, പലരുടെയും ആരാധനാലയങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിമർശിക്കാൻ സാധ്യമല്ല. അതവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഛായാചിത്രമില്ലാതെ, ഒരു ചെറിയ നിറക്കൂട്ടില്ലാതെ, ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിബിംബമില്ലാതെ, ഒരു ചിത്രമില്ലാതെ 1500 വർഷങ്ങൾക്കപ്പുറം പച്ചയായ ലക്ഷണമായ യാഥാർത്ഥ്യമായി ലോകത്തിന് മുമ്പിൽ അത്ഭുതങ്ങൾ കഴിച്ചുകൊണ്ട് ജീവിച്ച ഒരു കള്ളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കളവിനോട് ലാഞ്ചനയുള്ള ഒരു വാക്ക് പോലും പറയാൻ അവിടുത്തെ തിരുനാവ് വളച്ചിട്ടില്ല എന്ന് വളരെ സുതരാമൃത്തമായി ലോകം അംഗീകരിച്ച, മാത്രമല്ല തൊട്ടടുത്ത കാലഘട്ടത്തിൽ ബദ്ധവൈരികളായി പ്രവാചകന്റെ പ്രതിയോഗികളായി മാറാനുള്ള ഒരു വിഭാഗം തന്നെ ആ ഒരു പടച്ചവനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അവര് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ വിളിച്ചതെന്താ? അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനെന്നാണ്, സത്യസന്ധനെന്നാണ്. സ്വന്തം ഉമ്മയുടെ പേരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാത്ത ആളുകൾ, എന്റെ പ്രിയപ്പെട്ട അന്യമത സഹോദരങ്ങൾ പലരും ഈ വിനീതനീട്ടാണ് നിരീക്ഷിക്കുന്നുണ്ടാകുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷത്തിന് മുമ്പ് മക്ക മണലാരുണ്യത്തിൽ ജീവിക്കുമ്പോ ആ പ്രവാചകന് ഒരു പേരുണ്ട്, ലോകം മൊത്തം പ്രസിദ്ധമായ പേര്. ആ പേര് അൽ അമീൻ എന്നാണ്, വിശ്വസ്തനെന്നാണ്. ഉമ്മയുടെ പേരല്ല, വാപ്പയുടെ പേരല്ല, ഉപ്പാപ്പയുടെ പേരല്ല, കുടുംബക്കാരുടെ പേരല്ല. പിന്നീട് ഒരു കാലത്ത് ബദ്ധവൈരികളായവരായുള്ള ആളുകൾ പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൽ അകത്തരായിക്കൊണ്ട് അവരറിയാതെ വിളിച്ചുപോയി അൽ അമീൻ, വിശ്വസ്തൻ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു വിലാസമാണ്. ലോകത്തിൽ ആർക്കും അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രേമികളോട് ഏതെങ്കിലും ഒരു പത്രം ഹബീബായ പ്രവാചകനെ കുറിച്ച് പറയുന്നെങ്കിൽ അവർക്ക് ഹബീബായ പ്രവാചകനെ പരിചയമില്ല എന്ന ഒരു പ്രൈമറിയായ പ്രതികരണം ഞാൻ ആദ്യമായി നടത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ട ലോകത്തിലുള്ള 170 കോടി വിശ്വാസികളെ നിരത്തി നിർത്തുകയാണ്. ഞാനൊരു സാങ്കല്പികമായ ഒരു വർത്തമാനം പറയുകയാണ്. 170 കോടി വിശ്വാസികളെ വലിയ ഒരു ഗ്രൗണ്ടിൽ നിരത്തി നിർത്തുകയാണ്. എന്നിട്ട് അവിടെ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആക്കി നിർത്തുന്ന കോടികൾ നമ്മുടെ പ്രിയപ്പെട്ട 9 മാസവും 14 ദിവസവും നമ്മുടെ ഗർഭഗൃഹത്തിൽ സൂക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. നമുക്ക് വേണ്ടി ത്യാഗോജ്വലമായ ജീവിതം നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്. നമ്മുടെ രാവുകളെ പകലാക്കി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രാണപ്രയസിയുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ണങ്ങളാകുന്ന മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. എന്നിട്ടൊരാളൊരു പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടമുള്ള ആളുകളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ ഈ 170 കോടിയും അവരുടെ പ്രാണനക്കാർ സ്നേഹിക്കുന്ന ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിലേക്ക് പോകുന്ന അത്ഭുതം കാണാം. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനും പറഞ്ഞത്. ഞങ്ങളുടെ പ്രാണനേക്കാൾ അതിനേക്കാളും വരുന്നില്ലല്ലോ, ഞങ്ങളുടെ ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാൾ അല്ല, ഞങ്ങളുടെ ശരീരത്തെക്കാളും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, ഞങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞങ്ങൾക്ക് ഒരു ജീവിതം പഠിപ്പിച്ചതായ, ഞങ്ങളൊന്ന് തുപ്പണമെങ്കിൽ അതിടത്തെ കാരണമെന്ന് പഠിപ്പിച്ചത് നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേവലം ഒരു സാങ്കല്പികമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രയോജനവൽക്കരിച്ചുകൊണ്ട് സ്വജീവിതത്തിൽ കാണിച്ചു വന്നൊരു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നടക്കണം, എങ്ങനെ ഒരു മനുഷ്യനുമായി പെരുമാറണം. നിന്റെ സഹോദരനെ കാണുമ്പോൾ നീ മന്ദസ്മിതം തൂകിവേണം സംസാരിക്കാൻ, പുഞ്ചിരിയോടെ വേണം നീ ഒരു സഹോദരനെ വീക്ഷിക്കാനെന്ന് പറഞ്ഞ എല്ലാ വിഷയത്തിലും നമ്മുടെ ജീവിതത്തിൽ അതേ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, അവന്റെ ഉണർച്ച മുതൽ ഉറക്കം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള മുഴുവൻ വിഷയങ്ങളിലും ഒരു ജീവിതം പഠിപ്പിച്ച് പറഞ്ഞതല്ല, സ്വജീവിതത്തിൽ കാണിച്ചു തന്നു. ലോകത്തിൽ ഇതുപോലെ ആത്മീയ വിപ്ലവം നടത്തിയ ഒരു സ്നേഹ സൗഹാർദ്ദത്തിന്റെ വലിയ ഒരു വികാസത്തിന്റെ വിധാനത്തെ കാണിച്ചു തന്ന ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, قل إن كان آباؤكم وأبناؤكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله حتى يأتي الله بأمره വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഖുർആനാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങളുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, കച്ചവടം, നിങ്ങളുടെ എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ 170 കോടി വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് മാതൃഭൂമി പത്രക്കാരൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിയ അച്ചാരം തിരിച്ചു കൊടുത്ത് ലോകത്തോട് മാപ്പ് പറയണമെന്ന് വിശ്വസിച്ച് ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല, മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല, ഹൈന്ദവരുടെ മാത്രം നേതാവല്ല, ക്രൈസ്തവരുടെ മാത്രം നേതാവല്ല, ബുദ്ധന്റെയും സിഖുകാരുടെയും ജൈനന്റെയും മാത്രം നേതാവല്ല, മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും പോരാ, മനുഷ്യ വിഭാഗത്തിന്റെ മാത്രമല്ല, ജിന്ന വിഭാഗത്തിന്റെ മാത്രമല്ല, മലക്ക് വിഭാഗത്തിന്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ജീവനില്ലാത്തവരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജഗം നിയന്താവായ സർവേശ്വരനായ തമ്പുരാൻ അവനെന്തൊക്കെ പടച്ചു വച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതൃഭൂമി പത്രക്കാരനോട് തൽക്കാലം എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. സമുദായത്തിൽ ഒരിക്കലും അതുകൊണ്ട് കോട്ടമുണ്ടായിട്ടില്ല, നേട്ടങ്ങളുണ്ടായിട്ടുള്ളൂ. ഈ സംസ്ഥാനം, ഈ സദസ്സിൽ ഹബീബിനെ കുറിച്ച്
കുറിച്ച് പറയാൻ കാരണക്കാരാരാ? ഇന്നെന്റെ വിഷയം പോലും അതല്ല. എങ്കിലും അവര് പറഞ്ഞ പ്രവാചകനെ ശ്രീരംഭടനായി ചിത്രീകരിക്കുമ്പോ ഒരു പ്രവാചക പ്രേമിക്ക് അടക്കി വെച്ചുകൊണ്ട് മറ്റൊരു പ്രളയത്തിലേക്ക് കടക്കാനുള്ള ഒരു കഴിവും ഉണ്ടാവുകയില്ല. ഞങ്ങൾ ജീവിക്കുന്നത് ഹബീബില. ഞങ്ങൾ മരിക്കണമോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാഹു വേണ്ടതുപോലെ ചിന്തിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്